ഹായ് ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വേണാട് രാജവംശത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓളെന്ന് പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേണാട് രാജവംശം കേരളത്തിലെ കുലശേഖര സാമ്രാജ്യത്തിന്റെ അസ്തമയത്തോടുകൂടി AD 1102, അതായത് 12ാം നൂറ്റാണ്ടിൽ രാഷ്ട്രീയമായി പ്രാവീണ്യം നേടുന്നത്. കേരളത്തിലെ കുലശേഖര സാമ്രാജ്യത്തിന്റെ അസ്തമയത്തോടുകൂടി AD 1102, അതായത് 12ാം നൂറ്റാണ്ടിൽ രാഷ്ട്രീയമായി പ്രാവീണ്യം നേടുന്നത്. കുലശേഖര കാലഘട്ടത്തിനു ശേഷം നിലവിൽ വന്ന ശക്തമായ രാജവംശമാണ് വേണാട് രാജവംശം. കുലശേഖര കാലഘട്ടത്തിന് ശേഷം നിലവിൽ വന്ന ശക്തമായ രാജവംശമാണ് വേണാട് രാജവംശം. വേണാട് രാജ്യത്തിന്റെ തലസ്ഥാനം കൊല്ലമാണ്. വേണാട് രാജ്യത്തിന്റെ തലസ്ഥാനം കൊല്ലം. വേണാട് അറിയപ്പെട്ടിരുന്ന പേരുകൾ: വേണാട് സ്വരൂപം, തിരുവിതാംകോട് സ്വരൂപം, ചിറവ സ്വരൂപം. വേണാട് അറിയപ്പെട്ടിരുന്ന പേരുകളാണ് വേണാട് സ്വരൂപം, തിരുവിതാംകോട് സ്വരൂപം, ചിറവ സ്വരൂപം. വേണാട് ഭരണാധികാരികൾ സ്വീകരിച്ച സംവിധാനമായിരുന്നു മരുമക്കത്തായം. വേണാട്ടിലെ ആദ്യ ഭരണാധികാരി ആയിരുന്നു അയ്യനടികൾ തിരുവടികൾ. വേണാട്ടിലെ ആദ്യ ഭരണാധികാരി ആയിരുന്നു അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ശാസനം എഴുതി കൊടുത്ത വ്യക്തിയാണ് അയ്യനടികൾ തിരുവടികൾ. തരിസാപ്പള്ളി ശാസനം എഴുതി കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. തരിസാപ്പള്ളി ശാസനം AD 849. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രം പുനർനിർമ്മിച്ച വേണാട് രാജാവാണ് അയ്യനടികൾ തിരുവടികൾ. പത്മനാഭ സ്വാമി ക്ഷേത്രം പുനർനിർമ്മിച്ച വേണാട് രാജാവാണ് അയ്യനടികൾ തിരുവടികൾ. വേണാട് രാജാവിന്റെ സ്ഥാനപ്പേരാണ് ചിറവ മൂപ്പൻ. വേണാട് രാജാവിന്റെ സ്ഥാനപ്പേരാണ് ചിറവ മൂപ്പൻ. വേണാട്ടിലെ യുവരാജാവിന്റെ സ്ഥാനപ്പേരാണ് തൃപ്പാപ്പൂർ മൂപ്പൻ. വേണാട്ടിലെ യുവരാജാവിന്റെ സ്ഥാനപ്പേരാണ് തൃപ്പാപ്പൂർ മൂപ്പൻ. വേണാടിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റിയ ഭരണാധികാരിയായിരുന്നു രാമവർമ്മ കുലശേഖരൻ. വേണാടിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റിയ ഭരണാധികാരിയായിരുന്നു രാമവർമ്മ കുലശേഖരൻ. കൊല്ലം അറിയപ്പെടുന്ന പേരുകളാണ് തെൻവഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട്. കൊല്ലം അറിയപ്പെടുന്ന പേരുകളാണ് തെൻവഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട്. വേണാട്ടിൽ മരുമക്കത്തായം അനുസരിച്ചാണ് അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് വീര ഉദയ മാർത്താണ്ഡ വർമ്മ. വേണാട്ടിൽ മരുമക്കത്തായം അനുസരിച്ച് അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് വീര ഉദയ മാർത്താണ്ഡ വർമ്മ. ഏറ്റവും കൂടുതൽ കാലം വേണാട് ഭരിച്ചത് ചേര ഉദയ മാർത്താണ്ഡൻ ആണ്. ഏറ്റവും കൂടുതൽ കാലം വേണാട് ഭരിച്ചത് ചേര ഉദയ മാർത്താണ്ഡൻ ആയിരുന്നു. 61 വർഷമായിരുന്നു ഇദ്ദേഹം ഭരിച്ചിരുന്നത്. മണിപ്രവാളത്തിലെ ലക്ഷണഗ്രന്ഥമായ ലീലാതിലകം രചിക്കപ്പെട്ടത് ചേര ഉദയ മാർത്താണ്ഡന്റെ കാലത്താണ്. മണിപ്രവാളത്തിലെ ലക്ഷണഗ്രന്ഥമായ ലീലാതിലകം രചിക്കപ്പെട്ടത് ചേര ഉദയ മാർത്താണ്ഡന്റെ കാലത്താണ്. രവിവർമ്മ കുലശേഖരൻ, വീരകേരളൻ, ചതുഷ്ടി കലാവല്ലഭൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. രവിവർമ്മ കുലശേഖരനെ വീരകേരളൻ, ചതുഷ്ടി കലാവല്ലഭൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. സംഗ്രാമധീരൻ എന്ന പദവി സ്വീകരിച്ച വേണാട് രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. സംഗ്രാമധീരൻ എന്ന ബഹുമതി സ്വീകരിച്ച വേണാട് രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. സ്വന്തം പേരിൽ നാണയം ഇറക്കിയ ആദ്യ കേരളീയ രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. വേണാട്ടിൽ പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിച്ചത് കോട്ടയം ഉണ്ണി കേരളവർമ്മയാണ്. വേണാട്ടിൽ പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിച്ചത് കോട്ടയം ഉണ്ണി കേരളവർമ്മയാണ്. തിരുവിതാംകോട് ശാസനത്തിലൂടെയാണ് ഈ ആചാരങ്ങൾ നിരോധിച്ചത്. തിരുവിതാംകോട് ശാസനം AD 1696. തിരുവിതാംകോട് ശാസനം AD 1696. എന്താണ് പുലപ്പേടി, മണ്ണാപ്പേടി എന്ന് നോക്കാം. സവർണരാൽ ചവിട്ടി മെതിക്കപ്പെട്ടു കഴിഞ്ഞിരുന്ന കീഴാള വർഗക്കാർക്ക് ഓരോ വർഷത്തിലും കർക്കിടക മാസത്തിൽ നാടുവാഴികൾ അനുവദിച്ചിരുന്ന ഒരു സൗജന്യ അവകാശമായിരുന്നു ഇത്. കർക്കിടക മാസമായാൽ
ബ്രാഹ്മണ സ്ത്രീകളും നായർ സ്ത്രീകളും സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു. ഈ സമയത്ത് വീടിന് പുറത്ത് വെച്ച് ഒരു പറയനോ പുലയനോ മണ്ണാനോ ഒരു നായർ സ്ത്രീയെയോ നമ്പൂതിരി സ്ത്രീയെയോ തൊടുകയോ എവിടെയെങ്കിലും നിന്ന് കണ്ടേ എന്ന് വിളിച്ചു കൂവുകയോ ചെയ്താൽ അവർ ജാതിഭ്രഷ്ടരാകും. ഭ്രഷ്ടയാകുന്ന സ്ത്രീ അവർണ്ണന് അവകാശപ്പെട്ടതായിരിക്കും. ഇതാണ് മണ്ണാപ്പേടി, പുലപ്പേടി എന്നൊക്കെ പറയുന്നത്. വടക്കൻ കേരളത്തിൽ പുലപ്പേടി എന്നും പറപ്പേടി എന്നും തെക്കൻ കേരളത്തിൽ മണ്ണാപ്പേടിയുമെന്നുമാണ് അറിയപ്പെടുന്നത്. പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങളെക്കുറിച്ച് ആദ്യമായി എഴുതിയ വിദേശ സഞ്ചാരിയാണ് ബാർബോസ. പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ആചാരങ്ങളെക്കുറിച്ച് ആദ്യമായി എഴുതിയ വിദേശ സഞ്ചാരിയാണ് ബാർബോസ. ഉമയമ്മ റാണി. കാലഘട്ടം 1677 മുതൽ 1684 വരെ. വേണാട്ടിൽ ഭരണം നടത്തിയ ആദ്യ വനിതയാണ് ഉമയമ്മ റാണി. വേണാട്ടിൽ ഭരണം നടത്തിയ ആദ്യ വനിതയാണ് ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് റാണി എന്നറിയപ്പെടുന്നത് ഉമയമ്മ റാണിയാണ്. അഞ്ചുതെങ്ങ് റാണി എന്നറിയപ്പെടുന്നത് ഉമയമ്മ റാണിയാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി. ഇനി രവിവർമ്മ. കാലഘട്ടം 1684 മുതൽ 1718 വരെ. 1684 ഉമയമ്മ റാണിക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത രാജാവാണ് രവിവർമ്മ. 1684 ഉമയമ്മ റാണിക്ക് ശേഷം അധികാരം ഏറ്റെടുത്ത രാജാവാണ് രവിവർമ്മ. ഇദ്ദേഹത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായി. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായി. ആദിത്യവർമ്മ. കാലഘട്ടം 1718 മുതൽ 1721 വരെ. ഇദ്ദേഹത്തിന്റെ കാലത്താണ് അഞ്ചുതെങ്ങ് കോട്ട ആക്രമണം നടത്തിയത്. ആറ്റിങ്ങൽ കലാപം നടന്നപ്പോൾ വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയായിരുന്നു. ആറ്റിങ്ങൽ കലാപം നടന്നപ്പോൾ വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയായിരുന്നു. രാമവർമ്മ. 1721 മുതൽ 1729 വരെയായിരുന്നു കാലഘട്ടം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാട് രാജാവുമായി ആദ്യമായി ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 ഈ ഉടമ്പടി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷുകാരും വേണാടും തമ്മിൽ ആദ്യമായി ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ വേണാട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു രാമവർമ്മ ആയിരുന്നു. 1723 രാമവർമ്മയ്ക്ക് വേണ്ടി അടുത്ത കിരീടാവകാശിയായ മാർത്താണ്ഡവർമ്മയാണ് അലക്സാണ്ടർ ഓർമിയയുമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അലക്സാണ്ടർ ഓർമിയ അദ്ദേഹവുമായി കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. 1723 രാമവർമ്മയ്ക്ക് വേണ്ടി അടുത്ത കിരീടാവകാശിയായ മാർത്താണ്ഡവർമ്മയാണ് ഒപ്പുവച്ചത്. 1729 രാമവർമ്മയുടെ കാലശേഷം മാർത്താണ്ഡവർമ്മ വേണാട് ഭരണാധികാരിയാവുകയും ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കുകയും ചെയ്തു. 1729 രാമവർമ്മയുടെ കാലശേഷം മാർത്താണ്ഡവർമ്മ വേണാട് ഭരണാധികാരിയാവുകയും ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.